കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഇതാ വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം എത്തുകയാണ്. ഇതാ ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് 12 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആകെ ടിക്കറ്റുകളുടെ 80% വിറ്റഴിഞ്ഞതായി സംഘാടകർ പറയുന്നു. അതേസമയം വ്യാജ സൈറ്റുകളിൽ നിന്നായി നിരവധി വ്യാജ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വേണ്ട വിധം വിഷയത്തിൽ പരിഹാരം കാണുമെന്നുമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അധികൃതർ പറയുന്നത്. അങ്ങനെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വീണ്ടും ഒരു ക്രിക്കറ്റ് ആവേശം അലതള്ളി വരികയാണ്. ജനുവരി 31 കൂടിയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനോടകം തന്നെ മണിക്കൂറുകൾ കൊണ്ട് നിരവധി ടിക്കറ്റുകളാണ്, റെക്കോർഡ് വിൽപ്പന തന്നെയാണ് അല്ലെ. KCAന്റെ സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. അതെ, ഒരു ശരിക്കും പറഞ്ഞാൽ 26 മണിക്കൂർ കൊണ്ട് ഈ 30,000-ൽ കൂടുതൽ ടിക്കറ്റും കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ടായി. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ടിക്കറ്റ് തീരുക എന്നുള്ളത്. നോർമലി സംഭവിക്കുന്നത് സോൾഡ് ഔട്ട് ആകുന്ന മത്സരങ്ങൾക്ക് പോലും ഒരു 2 ദിവസം മുന്നേയൊക്കെയാണ് തീരുന്നത്. അപ്പോൾ ഇത്തവണ അത് നമ്മുടെ ക്രിക്കറ്റ് ആരാധകർ വളരെയധികം ഈ മത്സരം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളെ തന്നെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് സെയില് ഇത് സോൾഡ് ഔട്ട് ആയത്. എത്രമാത്രം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വരുന്ന സമയത്ത് എത്ര ടിക്കറ്റുകളാണ് ആകെ മൊത്തം? നമ്മളിപ്പോൾ സെയിലിന് ഉണ്ടായിരുന്നത് ഒരു 32,000-ഓളം ടിക്കറ്റാണ് സെയിലിന് ഉണ്ടായിരുന്നത്. അത് ഈ 26 മണിക്കൂറിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ട് ആയി. തീർച്ചയായിട്ടും അത് ഇനി ശരി, എന്തായാലും കാര്യവട്ടത്തെ മത്സരം ആവേശകരമായിരിക്കുമെന്നതിൽ തർക്കമില്ല. ടിക്കറ്റ് ഇതിനോടകം തന്നെ വിറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. വ്യാജ ടിക്കറ്റുകൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ വിൽപ്പന നടത്തുന്നത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നു വ്യാജന്മാരിൽ വഞ്ചിതരാക്കരുത് എന്നത്.